കൊല്ലം അഞ്ചൽ ഇടയത്ത് അടച്ചിട്ടിരുന്ന വീട്ടിൽ മോഷണം. 3 പവനും 1 ലക്ഷം രൂപയുടെ ക്യാമറയും പണവും നഷ്ടമായി. ഇടയം സതീശ മന്ദിരത്തിൽ സുരേന്ദ്രൻ പിള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്നും AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആൻമരിയ, ഇടയം സ്വദേശി സുരേന്ദ്രൻ പിള്ളയുടെ വീട്ടിലാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത്. ഇയാൾ കഴിഞ്ഞ 2 മാസമായി മകളുടെ കൂടെ ബോംബെയിൽ താമസിക്കുകയായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു മോഷണ വിവരം ഇയാൾ അറിയുന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ വില വരുന്ന ക്യാമറയും 3 പവൻ സ്വർണവും 5000 രൂപ പണവും ഈ മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും സ്ഥലത്ത് പോലീസ് എത്തി പരിശോധന നടത്തി. പോലീസ് പരിശോധനയിൽ ഈ വീട്ടിനകത്തും തറയിലും അലമാരയിലും തുണികളിലുമെല്ലാം തന്നെ മുളക് പൊടിയും പൗഡറും ഉൾപ്പെടെ വിതറിയിട്ടുണ്ട്. അതായത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ നായയും മറ്റും ഉപയോഗിച്ചും മണം പിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ശാസ്ത്രീയമായാണ് ഇത്തരത്തിലൊരു മോഷണം പ്രതികൾ നടത്തിയിരിക്കുന്നത്. ഈ പ്രതികളെ കുറിച്ച് അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് കഴിഞ്ഞ 3 മാസത്തിനിടെ ഇത്തരത്തിൽ സമാനമായ 2-ൽ കൂടുതൽ മോഷണങ്ങൾ നടന്നു എന്നാണ് അഞ്ചൽ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെല്ലാം തന്നെ ഒരു മോഷ്ടാവാണോ എന്ന കാര്യവും പോലീസിന് സംശയമുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ക്യാമറകൾ ഉൾപ്പെടെ നിരീക്ഷിച്ചുകൊണ്ട് ആരാണ് വീട്ടിലെത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ആൻമരിയ, ശരി. കൊല്ലം അഞ്ചൽ ഇടയത്ത് അടച്ചിട്ടിരുന്ന വീട്ടിൽ മോഷണം. 3 പവനും 1 ലക്ഷം രൂപയുടെ ക്യാമറയും പണവും നഷ്ടമായി. ഇടയം സതീശ മന്ദിരത്തിൽ സുരേന്ദ്രൻ പിള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്നും AV ജയശങ്കർ.